എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കിഴി റിയാക്ഷനാണ്. സലാറിന്റെ എന്താടാ ഫൈനൽ പഞ്ച് അല്ലേ? ഫൈനൽ പഞ്ച്. എന്നിട്ട് എവിടെയായിരുന്നു ഇത്ര നേരം? ഒരു പഞ്ച് ചെയ്യാനാ തോന്നിയത്. എത്രയാ സമയം വെറുതെ അതെ വേസ്റ്റ് ആയി പോവാന്നൊക്കെ പറഞ്ഞ ഇതാണ്. രാവിലെ 10:42 ആദ്യം ഇവർ അനൗൺസ് ചെയ്തു. അതിനുശേഷം 2 മണി എന്ന് അനൗൺസ് ചെയ്തു. ശേഷം കൈൻഡ്ലി റിക്വസ്റ്റ് അപ്ലോഡിങ്ങിന് അതോ 10 മിനിറ്റ് കൂടുമ്പോ പോസ്റ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അതെ, എന്തെന്നാണോ? ലാസ്റ്റ് പ്രശാന്ത് നീലിന്റെ വൈഫില്ലേ, ആള് സ്റ്റോറി ഇട്ടുണ്ടോ? പിന്നെ പ്രശാന്ത് നീൽ 3 ദേശത്തിന്റെ ഇമോജി ഇട്ടിട്ടുണ്ട്. എന്തായാലും ഫൈനലി വന്നു ഫൈനൽ പഞ്ച്. കാണണ്ടേ? ട്വിറ്ററിലൊക്കെ പൂരാ ചീത്തവിളിയായിരുന്നല്ലോ. കാരണം 2 മണി വരെ വെയിറ്റ് ചെയ്തിരുന്നു. ഇതും പ്രേക്ഷകർ ഇരിക്കാന്ന് പറഞ്ഞതിന് ഒരു ലിമിറ്റ് ഇല്ലേ? ഇത് അവരുടെ ക്ഷമയെ കൂടി പരീക്ഷിക്കുന്ന എന്തിനാണാവല്ലേ? എന്തിനു വേണ്ടി? അതാണ് മനസ്സിലാകാത്തത് സത്യമായിട്ടും. ഓക്കെ, എന്തായാലും സലാറിന്റെ റിലീസ് ട്രെയിലർ. ഓക്കെ, റിലീസ് ട്രെയിലറാണ്, കാണാം. ഒരു മിനിറ്റ് ഒന്നുകൂടെ എടുക്കാം. ഓക്കെ, ആനടിക്കുന്നു. చిన్నప్పుడు నీకు కథ చెప్పేవాడిని. పర్షియన్ సామ్రాజ్యంలో సుల్తాన్ యుద్ధం ఎంత పెద్ద సమస్య వచ్చినా తన బలమైన సైన్యానికి కూడా చెప్పకుండా ఒక్కడికే చెప్పేవాడు. మెకానిక్కి స్పానర్లు రెంచ్లు ఎలా వాడాలో తెలుస్తుంది, కానీ గన్లు వాడటం ఎలా తెలుస్తుంది? सॉरी भाई, मैं ही पीछे लेता हूँ. ఓకే, ఎంట్రీ చేయాలి. సుల్తాన్ కావాలనుకున్నది ఏదైనా తెచ్చిచ్చేవాడు. వద్దనుకున్నది ఏదైనా అంతం చేసేవాడు. Wait. Hassan, I need a drink. Mandunda? అంతేగా? మన మన్నార్ ఆర్మీని గేటు దగ్గరే కాదు, మొత్తం ఖాన్సార్లో హై అలర్ట్ లో ఉండమనండి. ఖాన్సార్లో క్యాల్కులేటర్ పెట్టుకుని ఏమీ లెక్క పెట్టలేదు. కాన్సార్ ఎరుపెక్కాల. అందుకే లెక్క పెట్టలేని ఒక పిచ్చోడ్ని తీసుకొచ్చాను. మండే నిప్పుతోనైనా రక్తంతోనైనా. అది కాలకి వాడి పేరు గుర్తుంది బాబా. ఖాన్సార్ వల్ల చాలా మంది కథలు మారాయి. కానీ ఖాన్సార్ కథ మార్చింది. 2 ప్రాణ స్నేహితులు బద్ధ శత్రువులుగా మారడం. ഓ മൈ ഗോഡ്, ഭീകര സാധനം. ഈ ഐറ്റത്തിനെയാണോ നമ്മൾ സംശയിച്ചത്? പരാജയപ്പെടുമോ എന്താകുമോ എന്നുള്ളത്. ഇതൊരു 1.5 മുതലാണല്ലോടാ. ഭീകര സാധനം. അതെ, ഇവർ 2 പേരും എനിമീസ് ആവുന്ന ഒരു അവസ്ഥ അല്ലേ? അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ. അത് ഈ ഇതിലില്ല കേട്ടോ.
രണ്ടാം ഭാഗത്തിലായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അത് തന്നെ വെറുതെ പറഞ്ഞതാണോ എന്നൊരു സംശയം. പറയാൻ പറ്റില്ല. ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ അത് തോന്നുന്നു. ശരിക്കും ഇത് ഇനി അവര് എന്താ ശത്രുക്കളായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാവരുത് അല്ലേ? അത്ര കിഡിലൻ ഫ്രണ്ട്ഷിപ്പ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല, ഞെട്ടിപ്പോയി. വേറൊരു ലോകം. ഇത് പൃഥ്വിരാജ് പറഞ്ഞതാട്ടോ ശരി. സത്യം, ഇത് ചെറിയ scale ഒന്നുമല്ല. KGF ഒരു കുള്ളനാണെന്നാ പറഞ്ഞത്. അതായത് ഇതിന്റെ സ്കെയിൽ വെച്ച് നോക്കുമ്പോ ഞാൻ അപ്പോഴും പറഞ്ഞ പൃഥ്വിരാജ് ചില സമയത്ത് അങ്ങനെ പറയുള്ളൂ, ചില വെറുതെ വെറുതെ പറയുമെങ്കിൽ പോലും ചിലത് സത്യമായിട്ട് മാറാറുണ്ടെന്ന്. അമ്പോ ഇത് കണ്ടപ്പോ അതാ തോന്നിയത്, സത്യമായിട്ട് പറഞ്ഞ കാര്യ. ഒരു തർക്കമല്ല, ഒരു മാറ്റമല്ല അതിനകത്ത്. വേറെ ലെവലാട്ടത്. ഇത് നമ്മള് കളിയ 22 നമ്മള് ഒരു വേറെ ലോകം തന്നെ കാണാൻ പോവാണ്. ശരിക്കും നമ്മൾ ഞെട്ടും. ശരിക്കും കഴിഞ്ഞ ട്രെയിലർ ഉണ്ടല്ലോ ഫസ്റ്റത്തെ വന്നത്, അത് വെറും സാമ്പിൾ എന്നൊക്കെ പറയണം. അത് ശരിക്കും അവരൊരു മൂഡ് പിടിച്ചൊരു ഇമോഷണലി രീതിയിലാണ് അത് അപ്രോച്ച് ചെയ്തിട്ടുള്ളത് ആ ട്രെയിലറിനെ. ഇത് ആക്ഷൻ ട്രെയിലർ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തന്നിരിക്കുന്നത് തന്നെ. ഫൈനൽ പഞ്ച്, ഭീകര പഞ്ചായി പോയിട്ടോ. കാലൊക്കെ പോണ പോക്ക്, തല പോയത്, ഏതൊക്കെ സീൻ എങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടാണ്ടിരിക്കും. ശരിക്കും മോസ്റ്റ് വയലന്റ് തന്നെ അല്ലേ? ഒരു രക്ഷയില്ല കേട്ടോ, ഭീകരം. ഓയ്യോ ഷോ ആ ഞെട്ടലിന്ന് അങ്ങോട്ട് മാറിയിട്ടില്ല, അത്രയ്ക്ക് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ട്രെയിലർ വളരെ ചുരുക്കമേ വരാറുള്ളൂ, കാണാറുള്ളൂ. സത്യം ഈ ഒരു രീതിയിലുള്ളതൊക്കെ ഇതൊരു ഇന്ത്യൻ ഫിലിം ആണോ എന്നുള്ളത് തന്നെ നമ്മൾ സംശയിച്ചു പോവാണ്. വേറെ ശരിക്കും ഒരു ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ സീനുകളും അങ്ങനത്തെ ഐറ്റംസ് ആണ് നേരത്തെ വെച്ച്. പീരങ്കിയും കൊണ്ടൊരു മറ്റേ എന്തായാലും പറയാ, പീരങ്കി തന്നെയല്ലേ, മെഷീൻ ഗണ്ണല്ലേ, ഒരു എത്ര ഐറ്റംസ് സാധനമാണോ. അയ്യോ മറ്റേതൊക്കെ ഒന്നും ഉള്ളായിരുന്നു, ഇതങ്ങനെയല്ല കേട്ടോ. ഇത് പൃഥ്വിരാജിന്റെ കൂടെ നമ്മളിങ്ങനെ യോജിച്ചു പോകും. അല്ലേ അളിയോ വേറെ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗെയിം ഓഫ് ത്രോൺസ് പോലെയാണെന്ന്. ശരിക്കും പറഞ്ഞാൽ എമ്മാതിരി സംഭവം അല്ലേ. എനിക്ക് ഇപ്പൊ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഇമോഷണൽ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ അത് ചെറിയ രീതിയിലേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അതായത് ബാക്കി മൊത്തം ഇതാ ഇമാതിരി ഐറ്റംസ് ആയിരിക്കും. അല്ല ഈ എന്താ പ്രശാന്ത് നീലിന്റെ ഒരു പ്രത്യേകത ഈ മാസും എന്താ ആക്ഷൻ എല്ലാം പാടെ ഉൾപ്പെടുത്തി ആ ഒരു വൈബിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അതിന്റെ ഇടയിലൂടെ ഇതിങ്ങനെ തന്നോണ്ടിരിക്കുമല്ലോ ഇമോഷണലി സംഭവങ്ങള്. അത് നമ്മള് KGF കണ്ടത് അമ്മ മകൻ ബന്ധാണ് നമ്മൾ കണ്ടത്. അച്ഛൻ എന്താ ഉപേക്ഷിച്ച് പോയതും അതിനുശേഷം അച്ഛനോടുള്ള ചെറിയൊരു സ്വീറ്റ് റിവെഞ്ച് പോലെ KGF 2 കണ്ടു. ഇതിൽ ശരിക്കും അതായത് സൗഹൃദം അത് തന്നെയാണ് ഇതിലുള്ളത്. സത്യം അവന്റെ ഒരു വേറെ ലോകത്ത് പോയിട്ട് തിരിച്ചു വന്ന പോയിട്ടോ. ഇത് നമ്മൾ പറഞ്ഞല്ലോ ആദ്യം തുടക്കത്തിൽ കുറച്ച് ദേഷ്യമൊക്കെ തോന്നിയെന്ന്. ഫൈനൽ പഞ്ചിന് ഒരു പഞ്ചം കിട്ടുക തോന്നിയത്. സത്യം ഇത് എന്താ വെയിറ്റ് ചെയ്ത് തന്നെ വരേണ്ട സാധനമാണ്, വെറുതെ അല്ല കേട്ടോ. ഇതിനകത്ത് എന്താണെന്നറിയോ, അത് നമുക്ക് തോന്നാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഇറക്കുന്നവർക്ക് അല്ലെങ്കിൽ ചെയ്യുന്നവർക്ക് അറിയാം ഏകദേശം ഇതിന്റെ ഫിനിഷിങ് വർക്ക് എപ്പോ തീരും. ആ ടൈം കൊടുത്താൽ മതി. ഇതിങ്ങനെ സമയം ചിലപ്പം അവരിനി ഇതിന്റെ കൊണ്ടെന്നായിരിക്കാം, നമുക്കറിയില്ല അതിന്റെ രീതി. പക്ഷെ എന്താണെങ്കിലും നല്ല പോലെ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്ത് കിട്ടിയ സാധനം ഗംഭീര ഞെട്ടിച്ചു. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ട്രെയിലർ വെച്ചിട്ട് കേട്ടോ, ഇത്രയും ഗംഭീര ട്രെയിലർ ഈ അടുത്ത കാലഘട്ടത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. വന്നിട്ടില്ല ഇതുപോലെ ഐറ്റം വന്നിട്ടില്ല. വന്നതിനകത്തൊക്കെ ആണെങ്കിൽ പോലും ഇപ്പൊ അനിമലൊക്കെ ഭയങ്കര ഇതാണെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ സീനുകളോ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികം അതിനകത്ത് കാണിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇത് വേറെ ലെവല്. ഇത് ട്രെയിലർ ഇങ്ങനെ സീനായിട്ട് എന്തായിരിക്കും. അതാണ് സിനിമ. എന്ത് ആദ്യം പോയിട്ട് ചെവി മറ്റേ പഞ്ഞിയൊക്കെ മേടിച്ചിട്ട് വേണം തിയേറ്ററിൽ കയറാൻ. ഇറങ്ങുമ്പോ ചെവിയിൽ സൗണ്ട് മാത്രമേ ചിലപ്പോ കേൾക്കുള്ളൂ. അയ്യോ സലാറിനെ സംശയിച്ചത് തെറ്റായിപ്പോയി, വളരെ തെറ്റായിപ്പോയി. മാപ്പ്. അപ്പൊ പോവാം, എടുത്ത് വെച്ചോ. മാപ്പ് പറഞ്ഞോ, കുറച്ച് മാപ്പ് കുറച്ച് വേണോ, ഒന്ന് പോരാ. അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ.